മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സംശയങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങൾ തീർന്നിട്ടില്ല എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനിടെ 1 കോടി വോട്ടർമാരെ പുതുതായി ചേർത്തിരിക്കുന്നത് അത് വലിയ സംശയമാണ് വരുത്തിവച്ചിരിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വോട്ടർമാരുടെ പട്ടിക പുറത്തുവിടാനുള്ള കടമ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെ വലിയൊരു അട്ടിമറിയുടെ സൂചനയാണ് നൽകുന്നത്. പറഞ്ഞത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനത് വലിയ ഗൗരവത്തോട് തന്നെ എടുക്കേണ്ടി വരും. വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൈര്യമുണ്ടെങ്കിൽ തയ്യാറാകണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വെല്ലുവിളിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഇല്ലാതിരിക്കുന്നത് തന്നെ വലിയ സംശയം ജനിപ്പിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നും മഹാരാഷ്ട്ര മാത്രമല്ല ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് വിവരങ്ങൾ വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നു. പുതിയ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നടന്ന ഒരു ചടങ്ങിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തൽ. വോട്ടർ പട്ടിക പാർട്ടിക്ക് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ വോട്ടർ പട്ടിക പാർട്ടിക്ക് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഇത് വളരെ ഗൗരവകരമായ വെളിപ്പെടുത്തലാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് 2 മാസമാകാറായിരിക്കുന്നു. എന്നിട്ടും അതിൻ്റെ അവ്യക്തതകളും സംശയങ്ങളും ഇതുവരെ നീങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ളതാണെന്നതിൽ സംശയമില്ല. ആകെ 9.5 കോടിയോളം വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് 1 കോടി വോട്ടുകൾ എക്സ്ട്രാ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ സംഖ്യ തന്നെയാണ്. ആകെ 288 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഏകദേശം സീറ്റുകളിലെയും ജയപരാജയങ്ങൾ നിശ്ചയിക്കാനുള്ളൊരു കഴിവ് ഈ അധികം വന്നിരിക്കുന്ന വോട്ടുകൾക്കുണ്ടാകും എന്നതിൽ സംശയമില്ല. 1 കോടി വോട്ടർമാർ വിധി നിർണയിക്കാനായി, അതും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും വേണ്ടി മാത്രം ചേർക്കപ്പെട്ടതാണെങ്കിൽ ഇന്ത്യ മുന്നണി ഉറപ്പിച്ച മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം BJP മുന്നണിയുടെ കയ്യിൽ എങ്ങനെ എത്തി എന്നത് അന്വേഷിക്കേണ്ടുന്ന കാര്യമില്ല. ഇതേതെങ്കിലും ഒരു യോഗത്തിൽ മാത്രം പറയേണ്ടുന്ന വിഷയമായി ചുരുക്കരുത്. വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകൾ ആധികാരിക രേഖകളായി ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണമൊക്കെ ഉള്ളതിനാൽ അത് കോടതിയിൽ തെളിയിക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെങ്കിലും പ്രതീക്ഷ വെക്കാൻ കഴിയുകയുള്ളൂ. ഇതിനേക്കാളും വലിയൊരു അട്ടിമറിയായി വന്നിരിക്കുന്ന വോട്ടിംഗ് യന്ത്രത്തിലെ ബാറ്ററി ചാർജ് വിഷയവും അതൊരു വലിയ അട്ടിമറിയാണെന്ന് പറയുമ്പോഴും അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഹരിയാനയിൽ ഇന്ന് കോൺഗ്രസിന് ഭരണമില്ലാത്തത്. വലിയ സ്വാധീനവും വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും പക്ഷെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോട്ടിംഗ് മെഷീൻ താനേ ഇരുന്ന് ബാറ്ററി ചാർജ് ആവുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയത് ശരിവച്ച തരത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചപ്പോൾ ഉറപ്പിച്ചൊരു സംസ്ഥാനമാണ് കോൺഗ്രസിന് നഷ്ടമായത്. അതായത് ഓരോ സംസ്ഥാനങ്ങളിലും വെവ്വേറെ ജയിക്കുന്നതിനാവശ്യമായ വഴികൾ, അത് EVMലെ ബാറ്ററി ചാർജ് ആയാലും അതുപോലെ അനധികൃത വോട്ടുകളായാലും അത് തടഞ്ഞില്ല എങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു തട്ടിപ്പ് തലപൊക്കുമെന്ന് ഉറപ്പാണ്. ഒരു സംസ്ഥാനത്തെയെങ്കിലും തട്ടിപ്പ് കണ്ടുപിടിച്ചാൽ, ഈ ഉണ്ട് എന്ന് പറയുന്ന തട്ടിപ്പ് ജനങ്ങൾക്ക് ബോധ്യമായാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അത് ഗുണം ചെയ്യുക കോൺഗ്രസിനായിരിക്കും എന്നത് സംശയമില്ല. അതുകൊണ്ട് 1 കോടി അധിക വോട്ടുകളാണ് മഹാരാഷ്ട്രയിലെ ജനവിധി അട്ടിമറിച്ചതെന്നും അന്വേഷണം വേണമെന്നുമുള്ളത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ പ്രതീക്ഷ വെക്കുകയാണ് അല്പമെങ്കിലും രാജ്യം.